പറന്നെടുക്കാൻ എന്താ രസം. ഇതാരെ ഫോണിൽ വിളിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, ആരെ ഫോണിൽ വിളിക്കണേന്ന് നോക്കട്ടെ. എന്നാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ലാൻഡ് ചെയ്യട്ടെ. എന്താടാ ഫോണിൽ എന്താടാ കാര്യം? ഇത് നീ വിളിച്ചത്? നീ അങ്ങനെ വിളിക്കാറില്ലല്ലോ, കാര്യം പറ. അവിടെ ഇപ്പോൾ നീയൊന്നും അറിഞ്ഞില്ല സൂപ്പർമാനായിട്ട് അറിയാം. എന്ത് കാര്യം? ഹൾക്ക് പുറത്ത് ചാടിയേ? അല്ലോ അതൊന്നുമില്ല, ഹൾക്ക് പുറത്ത് ചാടിയില്ല. ഹൾക്കൊക്കെ സേഫോ? അതെ, നമ്മുടെ സിറ്റിയിൽ ഗോഡ്സില ഇറങ്ങി. ഗോഡ്സില്ലേ? ഓന്ന് അതായത് ഇവന്മാരൊക്കെ കൂടിയിട്ട് ഈ ഗോഡ്സില വേറെ ഏതൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഗോഡ്സില കടലിലേക്ക് എടുത്ത് ചാടി. അത് എന്നിട്ട് നമ്മുടെ സിറ്റിയിലിപ്പോൾ വന്നേക്കണേ. എന്നിട്ട് എവിടെയാണ് ഈ ഗോഡ്സില? അത് നമ്മൾ ശരിക്കും സിറ്റിയുടെ സെൻറ്ററിലേക്കണം. നീ എവിടെയോ? ഞാൻ നമ്മുടെ മെഗാ റാംപേരിയുടെ അടുത്തേക്കണേ. ആണോ? നീയൊന്നും അങ്ങോട്ട് ചെല്ല്. സിറ്റി ഭയങ്കര ആപത്തിലാണ്. ശരി, എന്നാൽ ഞാൻ പിന്നെ പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ സിറ്റി അപകടത്തിലാണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. അതായത് നമ്മുടെ സിറ്റിയിൽ ഗോഡ്സിൽ ഇറങ്ങിയെന്നാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. ഗോഡ്സിലെ കടലിൽ മറ്റേ ഐലൻഡിലേക്ക് കൊണ്ടുപോകണതിൻ്റെ ഇടയിൽ കപ്പലിൽ നിന്ന് ചാടിയതാണ് ഗൈസ് നമ്മുടെ ഗോഡ്സില. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റിയിലോട്ട് പോകാം. സിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാ കൂടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ ഗൈസ് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സിറ്റിയിലോട്ടൊന്ന് പോവാം. ഞാൻ പെട്ടെന്ന് ലെസ്റ്റർ വിളിച്ചപ്പോൾ വിചാരിച്ചു ഹൾക്ക് പുറത്തിറങ്ങിയെന്ന്. ഹൾക്ക് പക്ഷേ ഒരു സ്പെഷ്യൽ ജയിലിലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇവനിവിടെ ഗോഡ്സില്ല എന്ന് പറഞ്ഞു. ദേ പോണു ഗോഡ്സില്ല. ഞാനിതിനെ മറ്റേ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിനെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റുന്ന തോന്നുന്നില്ല. നമുക്ക് ലേസർ ഇട്ടോക്കാം. കൈസിന് സംഭവിക്കണില്ല. എൻ്റെ ലേസറൊന്നും വിട്ടിട്ട് കണ്ടോ, ചാവണില്ലേ കൈസ്. അടുത്തേക്ക് പോയാൽ ഇത് നമ്മൾ കാണുമോ? എന്താ സിറ്റിയുടെ ബാക്കിൽ ഒളിച്ചിരിക്കിയത് ഗൈസ്? ഇതിനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനുള്ള ശക്തിയുണ്ട് ഗൈസ്. പുള്ളിക്കാരൊക്കെ വന്ന് ഞാൻ കുറേ നോക്കി ഗൈസ്, ഇതിന് പറ്റണില്ല, ഇതിനെ കൊല്ലാൻ പറ്റണില്ല. ഭയങ്കര പവർഫുള്ളാണ് ഈ ഗോഡ്സില. എൻ്റെ പൊന്നൊക്കെ എൻ്റെ കുറച്ചുകൂടെ അടുത്ത് കണ്ണുകൊണ്ടനെ വന്നു. അയ്യോ ഗൈസ്, നമ്മളെ കൊല്ലാൻ പറ്റുമോ? അയ്യോ, നമ്മളെ കണ്ടു ഗൈസ്. നമുക്ക് ഹൈറ്റിലേക്ക് പറക്കാം. നമുക്ക് ഹൈറ്റിലേക്ക് പറക്കാം ഗൈസ്. ഞാൻ എത്ര ഹൈറ്റിൽ ആദ്യമായിട്ട് പറക്കണേ. ഞാൻ ഈ ബിൽഡിങ്ങിന് മുകളിലെങ്ങാണ്ടായിരുന്നേ. ഈ ഗോഡ്സിലേക്ക് പറക്കാൻ പറ്റില്ലാണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി ഇവിടേക്കെങ്ങാനും വരുമോ ഗൈസ്? ആ ഗോഡ്സിലവിടെ പോയി തേക്കണു. അത് തെങ്ങായിരുന്നു ഗൈസ്. ഗോഡ്സിലെ കാണാനില്ല കേട്ടാ ഗൈസ്. എവിടെ ഗോഡ്സില എവിടെ പോയി പറഞ്ഞ പോലെ നമ്മുടെ ഗോഡ്സിലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇത് എന്നെ കൊണ്ട് തന്നെ ഒരിക്കലും ഗോഡ്സിലെ നേരിടാൻ പറ്റില്ല ഗൈസ്. നമുക്കൊരു സഹായം വേണം ഗൈസ്. നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഞാനല്ലാണ്ടൊരു സൂപ്പർ ഹീറോ ആയിട്ടിരിക്കുന്ന ആൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. നമ്മുടെ പച്ചത്തടീനാണ്, അതായത് നമ്മുടെ ഹൾക്ക് ഗൈസ്. നമ്മുടെ ഹൾക്കിനെ കൊണ്ട് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ ഗൈസ് നമ്മളെ. കാരണം നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലേ. നമ്മുടെ ഹൾക്കിനെ കൊണ്ട് മാത്രമേ നമുക്കിനി സഹായിക്കാൻ പറ്റൂ. പക്ഷേ ഹൾക്ക് വേറെ സ്പെഷ്യൽ പ്രിസണിലാണ് ഗൈസ്. അവിടെ നിന്ന് അവനെ ഇറക്കുക എന്നുള്ളത് പണിയാണ്. ഞാൻ നമ്മുടെ പോലീസിനെയൊക്കെ വിളിച്ചു നോക്കി ഗൈസ്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി നോക്കി. പക്ഷെ അവർ ഇറക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ ഗൈസ് പറയുന്നത്. കാരണം ഹൾക്കിപ്പോൾ ആകെ ഒരു ഇതായിട്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹൾക്കിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. പക്ഷെ നമുക്ക് ഹൾക്കിനെ കാണാനൊന്നും പറ്റില്ല ഗൈസ്. അതായത് ഞാൻ ഒന്നും കൂടി നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് വിളിച്ചു നോക്കണം എന്താ പറയണേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചത് അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് അന്ന് ഹൾക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആരോ ഹൾക്കിനെ കൺട്രോൾ ചെയ്തതാണ്. അതായത് ഹൾക്കിൻ്റെ ബ്ലഡിൽ വേറെ എന്തോ ഒരു സാധനം കയറ്റിയേക്കാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ, അല്ലെങ്കിൽ ഹൾക്കിനെ പിറക്കുകയാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യൽ പ്രസൻറ്റിൽ പോയിരിക്കണം എന്നാണ് കേട്ടോ പറയണത്. കാരണം എന്നെയും അവൻ കൺട്രോൾ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് കേട്ടോ പറയണത്. ഈ സൂപ്പർ പവറൊക്കെ കിട്ടാൻ കാരണം ഇതിൻ്റെ ബാക്കിൽ ആരോ കളിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഗോഡ്സിലേനെ ഇറക്കിയത് അവനായിരിക്കും എന്നാണ്. ഇതിൻ്റെ ബാക്കിൽ ഏതോ വലിയ കൈകളുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ സിറ്റിയിലെത്തി, ആ സ്പെഷ്യൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. എൻ്റെ പൊന്നെ, എന്നാലും എനിക്കൊന്നും എന്തോ സംഭവിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല. സൂപ്പർമാനെ ഇപ്പോൾ എനിക്ക് ഓർമ്മ ജയിലിടണം. എന്നോട് പറഞ്ഞേക്കുന്നത് ഗോഡ്സിലെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഗോഡ്സിലെവിടെ അന്നുണ്ടായ സംഭവത്തിൽ, അതായത് എൻ്റെ അച്ഛനമ്മയെ കൊന്നത് വേറെ ആരോ ആണ്, സൂപ്പർമാനല്ലോ.
കാരണം ആ സമയത്ത് സൂപ്പർമാൻ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലെ CCTV ഫുട്ടേജ് എനിക്ക് സൂപ്പർമാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതിനർത്ഥം ഇതിന് പിന്നിൽ വേറെ ഓരോ ഉണ്ടെന്ന്. വേഗം പോകണം, വേഗം എനിക്ക് ഗോഡ്സില്ലേനെ തീർക്കണം. എനിക്കെന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സ്മാഷ് ചെയ്യണം ഇപ്പോൾ തന്നെ. സ്മാഷ്! എവിടെയാണോ ഗോഡ്സില്ല? എനിക്ക് ഗോഡ്സില്ലേനെ കൂട്ടണം. എവിടെ ഗോഡ്സില്ലോ എവിടെ? നിന്നെ കണ്ടോ പോടാ. ഗോഡ്സില്ല, നീ ചത്തുടാ. നീ വാടാ, നീ എൻ്റെ സിറ്റി നശിപ്പിക്കൂലടാ. വാടാ നീ, വാടാ. പോടാ, ഇടുക്കി പോ. തെറിപ്പിച്ചോട്ട് ഗോഡ്സില്ലേ. എവിടെടാ നീ? അവിടെ പോയി, അവിടെ ഗോഡ്സിലോടെ. അതേ പിന്നെ വന്നു. പോയിണ്ടും. നീ ഒന്നും കൂടി പോ. ചാവ്. ഗോഡ്സിൽ ഒറ്റയ്ക്ക് തോപ്പിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സൂപ്പർമാൻ്റെ കൂടി ഹെൽപ്പ് വേണം. ഇവിടെ സൂപ്പർമാൻ ഇപ്പോൾ സ്പെഷ്യൽ പ്രസൻ്റാണ്. നമുക്ക് സൂപ്പർമാനെ അവിടുന്ന് രക്ഷിച്ചിട്ട് വരണം. അറിയണ്ടേ? ഓക്കെ, നമുക്ക് വേഗം പോയി സൂപ്പർമാനെ രക്ഷിച്ചിട്ട് വരാം. വീഡിയോയിലെത്തിയിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ നിന്ന് അടിക്കുമ്പോൾ സൂപ്പർമാൻ ബാക്കിൽ നിന്ന് അടിക്കാൻ, അല്ല ഗോഡ്സിൽ. ഓക്കെ, നമ്മുടെ സൂപ്പർമാൻ അപ്പോൾ ഗോഡ്സിലെ ബാക്കിൽ തുടങ്ങി. അപ്പോൾ ഗോഡ്സിലേക്ക് കൺഫ്യൂഷനാവും. നമ്മളങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ഗോഡ്സിലെ കൊല്ലാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേടിക്കാം. അപ്പോൾ സൂപ്പർമാൻ അവിടുന്ന് നമ്മുടെ ലേസറും കൊണ്ട് അറ്റാക്ക് ചെയ്യും ഗൈസ്. ഗോഡ്സില്ലോ, ഞാൻ വീണ്ടും വന്നടാ. നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഇനി സൂപ്പർമാൻ നമ്മുടെ ഹെഡ്ഫോണിൽ കണക്റ്റ് ഉണ്ടോ? സൂപ്പർമാൻ ആടാ, ഞാൻ ഇടിച്ചുണ്ട്. അതെ, ഞാനിപ്പോൾ ലേസർ വിടാം. ഓക്കെ, ഹൾക്ക് ഇടിച്ചിടിച്ച് അങ്ങോട്ട് തെറിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഗോഡ്സിലിപ്പോൾ ഹൾക്കിനെ തപ്പിയെടുക്കണം. ഹൾക്ക് അവിടെ ഒളിച്ചിരിക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഹൾക്കിനെ തപ്പിയെടുക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ, നമ്മൾ നമ്മുടെ നേർക്ക് വരുമ്പോൾ ഹൾക്ക് അങ്ങനെ തിരിച്ചു വിടും കഴിച്ചു. അത് ശ്രദ്ധ തിരിച്ച് ഗോഡ്സിലെ കൊല്ലാനാണ്. ഹൾക്ക് ശ്രദ്ധ തിരിക്ക് വേഗം. ഓക്കെ ഇടോ, ഞാൻ ഇടിച്ചിട്ടുണ്ട്. ഗോഡ്സിലെ ചത്തു. ഹൾക്ക് നീ എവിടെയാ? ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറി ഇടിച്ചതോ? ഞാൻ ലേസർ വിട്ടു. നമ്മൾ രണ്ടുപേരും കൊണ്ട് ഗോഡ്സിലെ ചത്തു. എടാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വന്ന കാര്യം സിറ്റിയിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ വേഗം തിരിച്ച സ്പെഷ്യൽ പ്രസൻറ്റിലേക്ക് പോവാം. ശരിയിടൂ. ഗൈസ്, നമുക്ക് വേഗം സ്പെഷ്യൽ പ്രസൻറ്റിലേക്ക് പോകണ്ട. ഞാൻ ഇറങ്ങിയെന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഹൾക്കിനെ കൊല്ലും ഗൈസ് അവർ. ഓക്കെ, ഹൾക്കാണ് രക്ഷയോട് വന്നപ്പോൾ ഹൾക്കിനെ കൊല്ലും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രസൻറ്റിലോട്ട് പോവാം. ഇവിടെ ഗോഡ്സിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗോഡ്സിൽ എവിടേക്കോ പോയി. ഗോഡ്സിൽ മാഞ്ഞു പോയി ഗൈസ്. എന്താണോ? ഇപ്പോൾ ഈ സിറ്റിയിൽ നല്ല മഴ ഇടിമിന്നലൊക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോകാം. ഫ്രാങ്ക്ലിൻ സൂപ്പർമാൻ്റെ ശരിക്കുള്ള ഒരു ഫ്രാങ്ക്ലിനാണ്. ഓക്കെ, നമുക്ക് വേഗം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോകാം. അവൻ ആ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ നമ്മുടെ സൂപ്പർമാനെ റിലീസ് ചെയ്യും ഗൈസ് ജയിലിൽ നിന്ന്, ആ സ്പെഷ്യൽ പ്രസണിൽ നിന്ന്. അപ്പോൾ ഞങ്ങളായിരിക്കും ഗൈസ് സിറ്റിനെ രക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ബോസിന്റെ പ്ലാൻ വർക്കൗട്ടായി. അങ്ങനെ ഹൾക്കും പുറത്തിറങ്ങി. ഇനിയാണ് എൻ്റെ പ്ലാൻ ശരിക്കും നടക്കാൻ മണ്ടന്മാര്. ഗോഡ്സിലെ ഞാൻ വിട്ടതാണെന്ന് അവർ അറിഞ്ഞില്ലല്ലോ. അതന്നെയാണ് ഞാൻ എനിക്ക് വഴിയെ മനസ്സിലാക്കി തരുന്ന സ്കെൽട്ടൺ. നമ്മുടെ ആർമീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് വലിയൊരു മെഗാ യുദ്ധത്തിന് പോകണം.